അനുരാഗലോലഗാത്രി. അത് വായിച്ചപ്പോൾ നമുക്ക് തോന്നിയ ആ ഒരു ഇഷ്ടമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ടായ അനുരാഗ മൗനചാരുതി കൂടി വായിച്ചു നോക്കാമെന്ന് കരുതിയത്. ആദ്യത്തെ പുസ്തകത്തിൽ കണ്ട വിരഹവും സങ്കടങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല. മറിച്ച് അത് പുതിയൊരു തലത്തിലേക്ക് എത്തുകയാണ്. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴുള്ള അവളുടെ അവസ്ഥയും ഡയറി കുറിപ്പുകളും വായിക്കുമ്പോൾ ശരിക്കും നൊമ്പരപ്പെടും. അവർ തമ്മിലുള്ള ബന്ധവും പ്രണയത്തിൻ്റെ ആഴവും എത്രത്തോളം വലുതാണെന്ന് ഈ രണ്ടാം ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കും. ഓരോ വായനക്കാരെയും വല്ലാതെ ചിന്തിപ്പിക്കുന്ന, ചിലപ്പോൾ കണ്ണു നിറയിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓരോ അധ്യായവും പോകുന്നത്. പ്രണയം എന്നത് വെറുമൊരു വാക്കല്ല, അതൊരു ആത്മാവിൽ തൊടുന്ന ഒന്നാണെന്ന് അനുരാഗ മൗനചാരുതി നമ്മെ ഓർമ്മിപ്പിക്കും. തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം. അതിൽ പറയുന്നത് പോലെ, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ.